വിജയം കൈവരിക്കുന്നതിൽ വൈവിധ്യത്തിന്റെയും വഴക്കത്തിന്റെയും പ്രാധാന്യം എടുത്തു കാണിച്ചുകൊണ്ട് വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ തന്റെ കരിയറിലെ വെല്ലുവിളികൾക്ക് ഉത്തരം നൽകാൻ മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടനെ ഉദാഹരണമായി ഉപയോഗിച്ചു. ഏഷ്യ കപ്പിൽ ബംഗ്ലാദേശിനെതിരായ ഇന്ത്യയുടെ രണ്ടാമത്തെ സൂപ്പർ 4 മത്സരത്തിന് മുന്നോടിയായി ദുബായിൽ വെച്ച് സഞ്ജയ് മഞ്ചരേക്കറോട് സംസാരിക്കുകയായിരുന്നു സഞ്ജു. തന്റെ കരിയറിലെ വ്യത്യസ്ത റോളുകളുമായി പൊരുത്തപ്പെടാൻ മോഹൻലാലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നതായും സഞ്ജു പറഞ്ഞു. മത്സരത്തിന് മുന്നോടിയായി ഔദ്യോഗിക ബ്രോഡ്കാസ്റ്റർക്ക് നൽകിയ അഭിമുഖത്തിൽ കഴിഞ്ഞ 12 മാസമായി തന്റെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഓപ്പണിംഗ് സ്ഥാനം ടീം മാനേജ്മെന്റ് അനുവദിക്കാത്തതിനെക്കുറിച്ച് മഞ്ചരേക്കർ സഞ്ജുവിനോട് ചോദ്യങ്ങൾ ചോദിച്ചു. ഇവിടെ സഞ്ജയ് മഞ്ചരേക്കറും സഞ്ജു സാംസൺ തമ്മിലുള്ള സംഭാഷണം താഴെ നൽകുന്നു. സഞ്ജയ് മഞ്ചരേക്കർ: എളുപ്പമുള്ള ചോദ്യങ്ങളുള്ളൂ. അവസാനത്തെ ഒരു ചോദ്യം. നിങ്ങൾ 3 T20 അന്താരാഷ്ട്ര സെഞ്ചുറികൾ നേടിയിട്ടുണ്ട്. ഈ 3 സെഞ്ചുറികളും ഓപ്പണിംഗ് സ്ഥാനത്താണ് നേടിയത്. ഇത്രയുമേ ഉള്ളൂ. സഞ്ജു സാംസൺ: ഇതൊരു ചോദ്യമാണെന്ന് ഞാൻ കരുതുന്നു. മഞ്ചരേക്കർ: നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിളായ പൊസിഷൻ ഏതാണ്? സഞ്ജു സാംസൺ: അടുത്തിടെ നമ്മുടെ ലാലേട്ടന് കേരളത്തിൽ നിന്നുള്ള സിനിമാ നടനായ മോഹൻലാലിന് രാജ്യത്തിൻ്റെ ഒരു വലിയ അവാർഡ് ലഭിക്കുകയുണ്ടായി. അദ്ദേഹം കഴിഞ്ഞ 30-40 വർഷമായി അഭിനയിക്കുന്നു. ഞാനും കഴിഞ്ഞ 10 വർഷമായി രാജ്യത്തിനായി കളിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഹീറോ റോൾ മാത്രമേ ചെയ്യാൻ കഴിയൂ എന്ന് പറയാൻ കഴിയില്ല. എനിക്ക് വില്ലനാകണം, എനിക്ക് ജോക്കർ ആകണം, എനിക്ക് ചുറ്റും കളിക്കണം. ഓപ്പണറായി ഞാൻ റൺസ് നേടിയിട്ടുണ്ട്. ടോപ്പ് 3യിൽ എനിക്ക് മികച്ച പ്രകടനം നടത്താൻ കഴിയുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഇതുകൂടി ഞാനൊന്ന് ശ്രമിക്കട്ടെ. എന്തിനാണ് എനിക്കൊരു നല്ല വില്ലനാകാൻ കഴിയാത്തത്? സഞ്ജു മോഹൻലാൽ സാംസൺ അദ്ദേഹം തമാശയായി പറഞ്ഞു. മോഹൻലാലിന് ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചതിന് തൊട്ടടുത്ത ദിവസമാണ് സഞ്ജുവിൻ്റെ പരാമർശം. സോഷ്യൽ മീഡിയയിൽ ഇത് വൈറലായി. കടുത്ത മത്സരമുള്ള ഇന്ത്യൻ ടീമിൽ ബാറ്റിംഗ് പൊസിഷനിൽ പൊരുത്തപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയാണ് സഞ്ജു ഊന്നി പറഞ്ഞത്. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.